ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്തുവാണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. 4 വർഷമായി അച്ഛൻ എന്നെ സഹിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അല്ല, അപ്പോൾ സ്റ്റാറ്റസ് ഒക്കെ ഇടണമല്ലോ. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ കുറേ നേരം ഇങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ ഇരുന്നു. അപ്പം നോക്കിയപ്പോൾ സമയം നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ ആ ടൈമിൽ അങ്ങനെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് നമുക്കറിയാം. അങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇതേപോലെ 12:06. അപ്പം ഞാൻ പറഞ്ഞു, സെവിനച്ച് സമയം എത്ര വെച്ചാൽ പച്ചമ്പൻ എഴുതി 12:06. അയ്യോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക വിഷ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, എന്നെ ഇത്രയും നാൾ സഹിച്ചതിന്. അപ്പോൾ സെവിനച്ച് തിരിച്ചിങ്ങോട്ട് പറഞ്ഞു, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, എന്താ പറയുക, എന്നെ നീ സഹിച്ചതിന്. അങ്ങനെയൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് ഇടുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലോട്ടും ഫേസ്ബുക്കിലോട്ടും പിന്നെ എന്താ പറയുക വാട്സപ്പിലോട്ടൊക്കെ അങ്ങ് സ്റ്റാറ്റസ് ഇടാൻ തുടങ്ങി. അപ്പോഴേക്കും എന്താ പറയുക, കാണുന്ന ആൾക്കാർ ഇതേപോലെ നമ്മൾ വിഷ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒത്തിരി സന്തോഷം ഒക്കെ ആയി. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ നമ്മൾ ആ 3-ലും നമ്മൾ സ്റ്റാറ്റസ് ഇടണം, എന്നാലും നമുക്ക് ആൾക്കാരെ കാണിക്കാൻ പറ്റൂ ഇതേപോലെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അല്ലാതെ ആരും അറിയത്തില്ലല്ലോ. പിന്നെ ഫേസ്ബുക്ക് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ ചെല്ലുക. ഇപ്പം ഞാൻ നമ്മുടെ അടുത്തുള്ള മലയാളി കടയിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പായസം മിക്സ് വേണമായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ അടുത്ത് കടയുണ്ട്, പക്ഷെ അവിടെ ഒന്നും കിട്ടിയില്ല. അവിടെ ചെന്നപ്പോഴേക്ക് ചേച്ചി കട അടച്ചേക്കും. നമ്പർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ വിളിച്ചു. അങ്ങനെ ചേച്ചി എന്താ പറയുക, ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ചേച്ചി. അങ്ങനെ സാധനമൊക്കെ എടുത്തു വന്നു. ഉച്ചയ്ക്ക് സദ്യയായിട്ട് അങ്ങനെയൊന്നുമില്ല. കാരണം സെവിനാച്ചന് ജോലിക്ക് പോകണം. അച്ഛൻ പോയി ജോലിക്ക്. അച്ഛൻ ഇന്ന് വർക്കിംഗ് ഡേ ആണ്. അവധിയും കാര്യങ്ങളും ഒന്നുമില്ല. അവധി എടുക്കാനും പറ്റത്തില്ല, അവരുടെ മാനേജറൊക്കെ ഉള്ളത് കൊണ്ട്. അപ്പോൾ അച്ഛൻ ജോലിക്ക് പോയി. പിന്നെ കേക്കും അങ്ങനെയൊന്നും മേടിക്കുന്നൊന്നുമില്ല. ഞങ്ങളങ്ങ് പായസവും ഉള്ള ചോറും കഴിച്ച് എന്താ പറയുക വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാമെന്ന് വിചാരിക്കും. ഇന്നത്തെ നമ്മുടെ ഫുഡെന്ന് പറയുന്നത് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ചിക്കൻ റോസ്റ്റ്. ഇച്ചിരി ചിക്കൻ ഇരിപ്പുണ്ട്, അപ്പോൾ അത് വെച്ച് റോസ്റ്റും ആക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ റോസ്റ്റ്, പിന്നെ രസം, പിന്നെ കുഞ്ഞുവിന് കിച്ചടി ആക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കിച്ചടി. അപ്പം പിന്നെ അച്ചാറിന് വേണ്ടിയിട്ടുള്ള നാരങ്ങ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഉണ്ടാക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ പരിപാടി. അപ്പം ചോറ് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ എന്താ പറയുക തിളച്ച് സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് രസമാണ്. രസത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഈ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പം ഫസ്റ്റ് ഞാൻ ഒരു കടായി ഇതേപോലെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ കടുകിടുന്നു, ഉലുവാപ്പൊടി ഇടുന്നു. യൂട്യൂബ് ചാനലിലൊക്കെ കണ്ട് ഇതേപോലെ പരീക്ഷിച്ച് നോക്കി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു രസമാണ്, അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എൻ്റെ 2 അമ്മമാരും ഉണ്ടാക്കുന്ന രസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ്, അത് കുടിക്കണം. ഓഹോ, നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ രണ്ടുപേരുടെയും രസം, ഭയങ്കര ഇഷ്ടമാണ്. നല്ല കുരുമുളക് ഉണ്ടല്ലോ, അതിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. ഇത് വേറെ തരത്തിലുള്ള ഒരു രസമാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ രസത്തിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ ഇതേപോലെ കമൻ്റ് ഇട്ടിരുന്നാൽ മതി. ഞാനൊരു വട്ടം ഇതേപോലെ രസമാക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റ് ഇടണം, എന്നാലേ ഞാൻ വരത്തുള്ളൂ, അല്ലേ ഞാൻ ആ വീഡിയോ ആയിട്ട് വരത്തില്ല ഗൈസ്. അങ്ങനെ നമ്മുടെ രസപരിപാടി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഈ ഇരുമ്പ് കണ്ടിട്ട് പേടിക്കുന്നു വേണ്ട. അപ്പം നമ്മുടെ രസപരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയത്തെ പരിപാടി എന്ന് വെച്ചാൽ ചിക്കൻ റോസ്റ്റാണ് ഗൈസ്. അപ്പം ഞാൻ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണം. അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഇനി കട്ട് ചെയ്യണം. ചിക്കൻ റോസ്റ്റ് എന്താ പറയുക, ഒരു ഹാഫ് ആകുമ്പോഴേക്ക് ഞാൻ നിങ്ങളെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ ബാറ്ററി ലോ ആണ് ഗൈസ്. അപ്പം ഞാൻ ഒന്ന് റീചാർജ് ചെയ്ത് വെക്കട്ടെ. ഉള്ളി അരിഞ്ഞപ്പോൾ ചില ഉള്ളികൾ അരിയുമ്പോൾ ഓവർ കണ്ണരിയത്തില്ല, പക്ഷേ ഈ ഉള്ളി എന്നെ എനിക്ക് നല്ലതായിട്ട് കണ്ണരിയും. അപ്പോൾ ഉള്ളിക്കൊക്കെ ഭയങ്കര വിലയല്ലേ. നമ്മുടെ ഇവിടെ ഭയങ്കര വിലയാണ്. 1 കിലോയ്ക്ക് 50 രൂപയൊക്കെയാണ്. കുറേ നാളായിട്ട് വിചാരിക്കുമായിരുന്നു കയ്യുറ മേടിക്കണമെന്ന്. ഞാൻ എപ്പം കടയിൽ പോയാലും ഞാനങ്ങ് മറന്നു പോകും.
അപ്പം ഇന്ന് മലയാളി കടയിൽ പോയപ്പം ശരിക്കും പറഞ്ഞാൽ ഓർത്തില്ലായിരുന്നു, അവിടെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്ന കണ്ട്. അപ്പം ഞാനതൊന്ന് മേടിച്ച് 2 എണ്ണം മേടിച്ച്. അതെടുക്കട്ടെ, ബാഗ് കൊണ്ടുപോയായിരുന്നു. അപ്പോൾ താണ്ട 2 കയ്യോറ മേടിച്ചായിരുന്നു. ഇനിയത്തെ പരിപാടി എന്ന് വെച്ചാൽ കുഞ്ഞുന് കിച്ചടി ആക്കണം. അപ്പോൾ കിച്ചടി ആക്കുന്നതിനായിട്ട് കുറച്ച് പച്ചക്കറികളെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബീൻസ്, കോളിഫ്ലവർ എല്ലാം കുറച്ചേ ഉള്ളേ. സവാള, ക്യാരറ്റ്, തക്കാളി, പിന്നെ ഇത് വെളുത്തുള്ളി. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എന്താ പറയുക കിച്ചടി ഉണ്ടാക്കാം. ഓക്കെ. രാവിലെ ഇതേപോലെ വേസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പിന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ട് മുന്നിൽ വരും. നമ്മൾ വല്ലപ്പോഴും അവർക്ക് എന്താ പറയുക പൈസയൊക്കെ കൊടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ഒരുമാതിരി നമുക്ക് കാണുമ്പോൾ തന്നെ അങ്ങ് വിഷമമാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേസ്റ്റിനകത്ത് ഫുഡ് വേസ്റ്റൊക്കെ ഫുഡ് വേസ്റ്റൊക്കെ ഓരോ വീട്ടിലെ ഫുഡ് വേസ്റ്റൊക്കെ എടുക്കാൻ വരുന്ന ആൾക്കാർ. അപ്പം പെട്ടുകൊടയ്ക്കകത്തായിരുന്നു ഇവിടെ വേസ്റ്റ് എല്ലാം നമ്മൾ കൊണ്ടു കൊടുക്കുന്ന വേസ്റ്റ് എല്ലാം എടുത്ത് അതിനകത്തോട്ട് ഇടുന്നത് കാണുമ്പോൾ ആ വേസ്റ്റിലാണ് ആ പാവ നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഇവിടെയുള്ള ഹോട്ടലുകാർ ഇതേപോലെ വെള്ളമൊക്കെ കൊടുക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ കൊടുക്കും. അമ്മ ഇതേപോലെയൊക്കെ പറയുകയൊക്കെ ചെയ്യും നമ്മുടെ അടുത്ത് ഇതേപോലെ വല്ലതൊക്കെ കൊടുക്കണേന്ന് നമ്മൾ കൊടുക്കുകയൊക്കെ ചെയ്യും. 50-100 രൂപയൊക്കെ കൊടുക്കും. അതൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തോഷം അവർക്ക് അത് വെക്കാതിരിക്കുമ്പോൾ. അപ്പം നമ്മളായാലും നിൽക്കും ഇതേപോലെ വേസ്റ്റിൻ്റെ മണ്ടയിലൊക്കെ നമ്മൾ നിൽക്കും. എത്ര പേര് വേസ്റ്റ് കൊണ്ട് എന്തൊരു സ്മെല്ലായിരിക്കും. ആ സ്മെല്ല് സഹിച്ച് അവർ അതിനകത്ത് നിൽക്കുന്നില്ല. എൻ്റെ കുഞ്ഞാവ എഴുന്നേറ്റ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ പാത്രം കഴിവില് പകുതി വെച്ച് നിന്നു ഗൈസ്. ഇത് നല്ലതായിട്ട് മിക്സ് ആക്കണേ. അടുക്കി പിടിച്ചു ഗൈസ്. കുഞ്ഞുമേ, ഓ എൻ്റെ കൊച്ചു വിളി കേട്ടത് കണ്ടോ നിങ്ങൾ? ഓ അമ്മ ഒരു പാട്ട് പാടട്ടെ. കുഞ്ഞു പറയുമോ? ബാക്കി പറയുന്നുണ്ട് കുഞ്ഞ്. ആര് പറഞ്ഞു? പറ. ആര് പറഞ്ഞു? ടാട്ടാ. ഇപ്പോൾ എൻ്റെ കൊച്ചു ഉറങ്ങി എണീറ്റതേ ഉള്ളടി. അതുകൊണ്ട് എൻ്റെ കൊച്ചിന് പറയാനൊരു പാടുണ്ട്. ഇല്ലയോ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോറിൻ്റെ കറി എന്തെന്ന് വെച്ചാൽ ചിക്കൻ റോസ്റ്റ്, നാരങ്ങ അച്ചാർ, രസം, പിന്നെ ചോറ്. അപ്പോൾ ഇത് കൂട്ടി ഞാനൊരു പിടി പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ്. അപ്പം ഞാൻ തക്കാളി ഓക്കെ എല്ലാം ഓരോ അറ്റത്തട്ട് എല്ലാത്തിൽ നിന്നും കുറച്ച് എടുത്തിട്ട് കഴിക്കാതെ. സൂപ്പർ. നാരങ്ങച്ചാറ് ഇന്ന് വെച്ച് കഴിക്കുമ്പം ഒരു ചെറുതായിട്ടൊരു കയ്പുണ്ട്. നാളെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണേ. നാളെയൊക്കെ ആകുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. സൂപ്പർ ടേസ്റ്റ് അല്ലേ കുഞ്ഞു? കുഞ്ഞു തിന്നുന്നില്ലല്ലോ. കുഞ്ഞിന് റാഗിക്ക് കൊടുത്തു, കുഞ്ഞു കഴിച്ചു. അതിന് ശേഷം എൻ്റെ കഴിപ്പാണ് നിങ്ങൾ കാണുന്നത്. അയ്യോ എന്നെ അടിക്കുന്നേ. എൻ്റെ കയ്യിലിരുന്ന് തൂങ്ങുന്നു. ഇനി കുറച്ചു നേരം അടങ്ങിയിരിക്കും. വയറ് നിറഞ്ഞാൽ അവൾ കുറച്ചു നേരം അടങ്ങിയിരിക്കും. ഇപ്പം ഞാൻ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് മലയാളി കടയിൽ പോയില്ലേ, അപ്പം നമ്മൾ ഡബിൾ ഹോഴ്സിൻ്റെ സദ്യ പാലട മിക്സാണ് മേടിച്ചത്. അപ്പോൾ
കവർ ഞാൻ വേസ്റ്റ് ബക്കറ്റ് ഇട്ടു. അപ്പം ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് എടുത്ത് നോക്കിയത്. മുമ്പൊരു പാലട മിക്സ് ഇതേപോലെ ഒരു പാക്കറ്റ് മേടിച്ചായിരുന്നു. പക്ഷെ അത് ഇതേപോലെ അല്ലായിരുന്നു. പക്ഷെ പാൽ ഇതുവരെ ഒഴിച്ചില്ല, ജസ്റ്റ് വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഈ അടയൊന്ന് വെന്തതിന് ശേഷം പാലൊഴിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ വെഡിങ് ആനിവേഴ്സറിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പായസം കുടിക്കുകയാണ്. ട്രോളും നിന്നിട്ട് അത് വേണം വേണം കുടിച്ചു നോക്ക്. അവള് കുടിക്കത്തില്ല. അതോ എനിക്ക് വേണ്ട. വേണോ വേണോ? അവൾക്ക് വേണ്ട. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും. ഓക്കെ, ബൈ ബൈ.